നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത്. തമിഴ്നാട്ടിലെന്ന് പറയുമ്പോൾ തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ ചെങ്കോട്ടയിലാണുള്ളത്. അപ്പോൾ നമ്മൾ തിരുമലക്കോവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഇവിടുത്തെ നെൽപ്പാടങ്ങളും മലകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് തമിഴ്നാട്ടിൻ്റെ ഒരു ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ എന്താണ് കിലോമീറ്ററുകളോളം ഇങ്ങനെ വയലുകളായിരിക്കും, അതിന് നടുക്കൂടെ റോഡ്, പിന്നെ സൈഡിൽ മല. നമ്മൾ തിരുമലക്കോവിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ തിരുമലക്കോവിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കോവിലിൻ്റെ പരിസരത്തുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇവിടുത്തെ ഒരു മനോഹാരിതയൊക്കെ പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അച്ചൻകോവിൽ വഴി കാനനയാത്രയൊക്കെ നടത്തി അച്ചൻകോവിൽ ശ്രീധർമ്മ ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് ഈ തിരുമലക്കോവിൽ വന്നിട്ട് നിങ്ങളെന്താണ് തിരിച്ചു പോകുന്ന സമയത്ത് എന്താണ് പറയുക, തെമ്മല വഴിയൊക്കെ പോവുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു കിട്ടു യാത്രയായിരിക്കും. അപ്പം ഈ റോഡുകൾ കണ്ടു നോക്കുക, പിന്നെ വൃക്ഷങ്ങൾ, ചെറിയ ചെറിയ ആ ഗ്രാമത്തിലൂടെയുള്ള റോഡുകളിലൂടെയൊക്കെയുള്ള യാത്ര എന്ന് വെച്ചാൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു യാത്ര തന്നെയായിരിക്കും. ഫാമിലിയോടൊപ്പം ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ നിങ്ങളൊന്ന് വീക്കെൻഡിലൊക്കെ പോയി നോക്കുക, വൈബായിരിക്കും, സൂപ്പർ. പിന്നെ ഇങ്ങനെ പോകുന്ന കടകളൊക്കെ കാണാം. അവിടെ നിന്ന് ചെറിയ ചായയൊക്കെ കുടിച്ച്, ചെറിയ കടകളിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത്, പിന്നെ ഈ വൃക്ഷങ്ങളുടെയൊക്കെ തണലിലൊക്കെ കുറച്ച് നേരം നിന്നൊക്കെ എന്താ പറയുക, അടിപൊളി വൈബാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ യാത്ര പോകുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര എന്തായാലും പോയി നോക്കുക. ഈ മരങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ പറ്റും. എത്രയോ പഴക്കങ്ങളുണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇതാണെങ്കിലും ഒരുപാട് മരങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നീട് എന്താണ് പറയുക, നിങ്ങൾ ഹരികരൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, എനിക്ക് തെങ്കാശിയിൽ നല്ലതാണ്, വെജിറ്റേറിയൻ ഫുഡൊക്കെ കിട്ടും, നല്ല അടിപൊളി സ്ഥലമാണ്, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നീട് എന്താണ് പറയുക, നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്, തിരിച്ചു പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലതാണെങ്കിൽ വയലൊക്കെ നമുക്ക് കാണാൻ പറ്റും, മലകൾ കാണാൻ പറ്റും, ഒരുപാട് ആളുകളൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കേരളത്തിലേക്ക് കയറാൻ പോകണം. കേരളത്തിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ എന്താണ് പറയുക, നമ്മൾ 13 കണ്ണറ പാലം ആ ഭാഗത്തൂടെയൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ 13 കണ്ണറ പാലമാണിത്. അപ്പോൾ ഇതൊക്കെ വീണ്ടും പുതുക്കിയൊക്കെ പണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുവഴി ട്രെയിൻ സർവീസൊക്കെ ഉണ്ട്, ചെന്നൈയിലേക്കുള്ള ട്രെയിനുകളൊക്കെ ഇതുവഴി പോകുന്നുണ്ട്, കൊല്ലത്തു നിന്നൊക്കെ ഉള്ള ട്രെയിനുകളൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുക, ഇതാണ് 13 കണ്ണറ പാലം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തെമ്മല വന്നിട്ട് തെമ്മലക്കോട്ട് റിസോർട്ടൊക്കെ വേണേൽ കാണാം. വളരെ മനോഹരമായ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള യാത്രയാണ് ഈ വഴിയിലുള്ളത്. സൂപ്പർ, ഒന്നും പറയാനില്ല.